അഴിക്കുള്ളിൽ നിന്ന് നുഴഞ്ഞിറങ്ങുവാൻ കട്ട ഡയറ്റ്, മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ. ഈ മുറിക്കയ്യൻ ചില്ലറക്കാരനല്ല. സമാനതകളില്ലാത്ത ആത്മവിശ്വാസവും കഠിന പരിശ്രമവും കൈമുതലായുള്ള ഒരു കൊടുംകുറ്റവാളിയാണ് ഗോവിന്ദച്ചാമി. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് ജയിൽ ചാടിക്കളയാം എന്ന് തീരുമാനമെടുത്ത ആളല്ല ഈ ചാമി. അതിനായി മാസങ്ങൾ നീണ്ട കഠിന പരിശ്രമങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. നമ്മുടെ ജയിൽ സിസ്റ്റം എത്ര വീക്കാണ് എന്ന യാഥാർത്ഥ്യവും ക്രിമിനലുകൾ ഭരിക്കുന്ന ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന പരമാർത്ഥവും ഈ സംഭവം അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്നു. ജയിലിലെ മട്ടനും ചിക്കനും അടിച്ചു കയറ്റി തടിച്ചു കൊഴുത്ത ഗോവിന്ദച്ചാമിയുടെ ഫോട്ടോ മാധ്യമങ്ങളിൽ വന്നത് നാം ആരും മറന്നിരിക്കുവാൻ ഇടയില്ല. ആ അവസ്ഥയിൽ നിന്നും ഇന്ന് പിടിയിലായപ്പോൾ നാം കണ്ട സ്ലിമ്മായ ആ ഗോവിന്ദച്ചാമിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞ 3 മാസത്തിലധികമായി ഇയാൾ കടുത്ത ഡയറ്റിലായിരുന്നു. അരിയാഹാരങ്ങൾ പാടെ ഉപേക്ഷിച്ചു, വണ്ണം കുറച്ചു. 2 അഴികൾ മുറിച്ചാൽ അതിനിടയിലൂടെ നുഴഞ്ഞു കയറുവാൻ പാകത്തിന് ശരീരത്തെ പാകപ്പെടുത്തിയെടുത്തു. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാൻ, മതിൽ ചാടിക്കടക്കുവാൻ, ഭിത്തിയിൽ ഓടിക്കയറിയുള്ള പരിശീലന മുറ. ജയിലിനകത്തും പുറത്തും പോലീസുകാരടക്കമുള്ള ഒരു ടീം വർക്കിന്റെ പരിണിത ഫലമാണ് ഈ ജയിൽ ചാട്ടം എന്ന് പകൽ പോലെ വ്യക്തം. ഇത്രയും കൊടുംകുറ്റവാളിയായ ഒരു ക്രിമിനലിനെ പാർപ്പിച്ചിരുന്ന സെല്ലിൽ യാതൊരുവിധ ശ്രദ്ധയും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക എത്ര വീഴ്ചയാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ജയിലിലെ അന്തേവാസികൾ നിശ്ചിത ദിവസങ്ങളിൽ താടിയും മുടിയും വെട്ടണം എന്നാണ് നിയമം. എന്നാൽ ഗോവിന്ദച്ചാമിയെ നോക്കുക, താടിയും മുടിയും വെട്ടിയിട്ട് മാസങ്ങളായി എന്ന് കാണാം. ഇത് ജയിൽ ചാടി രക്ഷപ്പെടുമ്പോൾ ആരും തൻ്റെ പഴയ രൂപം തിരിച്ചറിയാതിരിക്കുവാനാണ് എന്ന് ഉറപ്പാണ്. തനിക്ക് അലർജിയാണ് എന്ന് കാണിച്ച് താടിയും മുടിയും വളർത്തുവാൻ ഇയാൾ ജയിൽ സൂപ്രണ്ടിന് കത്ത് കൊടുത്തിരുന്നു എന്നൊരു വിവരമുണ്ട്. അതുപോലെ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിങ് ഏതാനും മാസങ്ങളായി കേടാണ്. അതിലിപ്പോൾ വൈദ്യുതി പ്രവാഹമില്ല. ഇതും ഇയാളെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കാം. ഇയാൾ ജയിൽ ചാടിയപ്പോൾ പോലീസിനും മീഡിയയ്ക്കും കൊടുക്കുവാൻ ഇയാളുടെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ പോലും ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നോർക്കണം. ഇയാൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മതിലിനോട് ചേർത്ത് 2 വീപ്പകൾ കൊണ്ടുവച്ചതും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ജയിലിൽ എല്ലായിടത്തും CCTV ഉണ്ടെന്നാണ് പറച്ചില്. എന്നിട്ടും ഗോവിന്ദച്ചാമി അഴിമുറിച്ച് ജയിലിന് പുറത്തിറങ്ങിയതും ബെഡ്ഷീറ്റുകൾ കൂട്ടിക്കെട്ടി ഡ്രമ്മിന് പുറത്തു കയറി മതിൽ ചാടുന്നതും ഒരുത്തൻ്റെയും കണ്ണിൽപ്പെട്ടില്ല. കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ച ജയിലഴികൾ മുറിക്കുവാൻ കമ്പി മുറിക്കുന്ന ആക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചു. മറ്റെന്തെങ്കിലും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ എന്ന് പോലും അറിവില്ല. 1.5 മാസം കൊണ്ടാണ് അത്രയെ പൂർണ്ണമായും കമ്പി മുറിച്ചെടുത്തത്. മുറിപ്പാടിൽ ഉപ്പ് തിരുകി ദ്രവിപ്പിക്കുവാനുള്ള ശ്രമവും നടത്തി പോലും. അഴികൾ മുറിച്ചതിൻ്റെ പാടുകൾ പുറത്തുനിന്ന് കാണാതിരിക്കുവാൻ തുണി കൊണ്ട് കെട്ടിവെച്ചതായും ഇയാൾ മൊഴി നൽകി. പക്ഷേ ഇതൊന്നും നമ്മുടെ ജയിലധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ജയിലിൻ്റെ മതിൽ ചാടുന്നതിനായി പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചതായും ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തി. ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിൽ ക്ഷേത്ര പരിസരത്തെത്തി മോഷണം നടത്തുവാനായിരുന്നു പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യം. കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു അത്രേ. റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണത്രേ താൻ DCC ഓഫീസ് പരിസരത്തെത്തിയതെന്നും ഗോവിന്ദച്ചാമി മൊഴി നൽകി. ജയിലിനുള്ളിൽ വെച്ച് പുറത്തുള്ള ചിലരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടുവാൻ സഹായിച്ചവരെക്കുറിച്ചും കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സംഭവം നടന്ന സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കമ്പി മുറിക്കുവാനുള്ള ബ്ലേഡ് ലഭിച്ചത് ജയിലിലുള്ള ഒരാളിൽ നിന്നാണെന്ന് ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഗോവിന്ദച്ചാമി ഇക്കാര്യം പറഞ്ഞത്. ആയുധം നൽകിയ ആളെ കണ്ടെത്തുവാൻ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10-ാം നമ്പർ ബ്ലോക്കിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത്. സെല്ലിൽ മറ്റൊരു തടവുകാരൻ കൂടി ഉണ്ടായിരുന്നു. 2 കമ്പികൾ മുറിച്ചാണ് ഇന്ന് പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. 2 പേരും ഒരുമിച്ച് ചാടുവാനായിരുന്നത്രേ പദ്ധതി. പക്ഷേ സഹതടവുകാരന് വണ്ണക്കൂടുതൽ കാരണം അഴിക്കുള്ളിലൂടെ ഞൂഴ്ന്നിറങ്ങുവാൻ സാധിച്ചില്ല പോലും. ജയിലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന ബ്ലേഡാണത്രേ കമ്പി മുറിക്കാനും ഉപയോഗിച്ചത്. ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന 10-ാം ബ്ലോക്കിന്റെ ഒരു ഭാഗത്ത് റിമാൻഡ് തടവുകാരുണ്ട്. തടവുകാർ ഉണക്കുവാനിട്ടിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് കയർ പോലെ കെട്ടിയാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. പുറത്തിറങ്ങിയാൽ ബലാത്സംഗവും കൊലപാതകവും മോഷണവും അടക്കം ചെയ്യുവാനുള്ള മാനസികാവസ്ഥയുള്ള, അതിനുള്ള ശാരീരിക ക്ഷമതയുള്ള ഒരു കൊടുംകുറ്റവാളിയാണ് ഗോവിന്ദച്ചാമി. യഥാർത്ഥത്തിൽ നാട്ടുകാരാണ് ഈ ക്രിമിനലിനെ പിടിച്ചത്. ഇത്രയും ക്രൂരനായ ഒരു കുറ്റവാളി പുറത്തിറങ്ങുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്.
ഇവിടുന്ന് ഇറങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം പോയി മോഷണം നടത്തി രക്ഷപ്പെടുവാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പദ്ധതി. ആ പോക്കിനിടയിൽ ഏതെങ്കിലും ഒരു സ്ത്രീകളെയോ കുട്ടികളെയോ ഒത്തുകിട്ടിയിരുന്നുവെങ്കിൽ ഇയാൾ തീർക്കില്ലായിരുന്നു. ഇവൻ്റെ മരവിപ്പിച്ച വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കുകയല്ലേ വേണ്ടത്. എന്നാൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളത് ഇവനെ വീണ്ടും ജയിലിലേക്ക് വിട്ട് മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് പരിപാലിച്ച് കൂടുതൽ ശക്തനാക്കി കൂടുതൽ ബന്ധങ്ങളും നെറ്റ്വർക്കും ഒക്കെ ഉള്ളവനാക്കി പുറത്തേക്ക് ഇറക്കും. അതാണ് സംഭവിക്കുവാൻ പോകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.